So the first topic from second module. So we have completed till first module and now we are moving on to second module. In the first module you had learned about the basics of C++, basics of programming language and how to develop simple programs. So in second module the first topic is loops. എന്താണ് ലൂപ്പ്? സാധാരണ നമ്മൾ എന്താ ഈ ലൂപ്പ് എന്ന് പറയുന്നത്? ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ലൂപ്പ് ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇഫ് യു വാണ്ട് ടു പെർഫോം എ സർട്ടൻ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ്ലി യു യൂസ് ലൂപ്പ്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനോ സ്റ്റേറ്റ്മെന്റോ നമുക്ക് വീണ്ടും ആവർത്തിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? Loop use ചെയ്യും. So loop allows a set of statements to be repeated as long as certain condition is valid. ഒരു കണ്ടീഷൻ വാലിഡ് ആയി ഇരിക്കുന്നിടത്തോളം certain set of statementsനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലൂപ്പ്. So loop allows a set of statements to be repeated as long as certain condition is valid. അതാണ് ലൂപ്പിന്റെ ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. So loop allows a set of statements to be repeated as long as a certain condition is valid. Loop allows a certain set of statements to be repeated as long as certain condition is valid. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വാലിഡ് ആയിരിക്കുന്നിടത്തോളം ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ റിപ്പീറ്റ് ചെയ്യാൻ അലോ ചെയ്യുന്നതാണ് ലൂപ്പ്. 3 types of loops are supported by C++ language. C++ൽ വരുന്ന ലൂപ്പാണ്. C++ൽ വരുന്ന ലൂപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. while, do while and for loop. While loop, do while loop and for loop. These are the 3 types of loop supported by C++ language. ഇനി ഇതില് while loopനെയും for loopനെയും എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കും. വൈൽ ലൂപ്പിനെയും ഫോർ ലൂപ്പിനെയും എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. whereas do while loop is an exit controlled loop. So C++ language സപ്പോർട്ട് ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് ലൂപ്സ് ഉണ്ട്. while loop, do while loop and for loop. ഏതൊക്കെ ലൂപ്സ് ആണ്? while loop, do while loop and for loop. അതില് while loopും for loopും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. whereas do while loop is an exit controlled loop. അതായത് ഈ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വരുന്ന കൺട്രോൾ എൻട്രിയിൽ തന്നെ വരുമ്പോൾ അതിനെ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയും. അതായത് വൈൽ ലൂപ്പോ ഫോർ ലൂപ്പോ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ എൻട്രിയിൽ തന്നെ കണ്ടീഷൻ വരും. സോ എൻട്രിയിലാണ് അതിന്റെ കൺട്രോൾ വരുന്നത്. വേറെ ഡു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൺട്രോൾ എക്സിറ്റിലാണ്. അതായത് ആ ലൂപ്പ് ഇനിയും പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ആ ലൂപ്പിലെ സ്റ്റേറ്റ്മെന്റ്സ് ഇനിയും എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ആ ലൂപ്പിന്റെ എക്സിറ്റിലാണ് വരുന്നത്. അതായത് ഡു വൈൽ ലൂപ്പിന്റെ കൺട്രോൾ എക്സിറ്റിലാണെങ്കിൽ വൈൽ ലൂപ്പിന്റെ ഫോർ ലൂപ്പിന്റെ കൺട്രോൾ വരുന്നത് എൻട്രിയിലാണ്. നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്നും എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നും വിളിക്കുന്നത്. സോ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂപ്പ് അലൗസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ടു ബി repeated as long as a certain condition is valid.
Three types of loops are supported by C++ programming language. They are while loop, for loop and do while loop. While loop and for loop are entry controlled loop, whereas do while loop is an exit controlled loop. ഇത്രയാണ് ലൂപ്പിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഓരോ ലൂപ്പും എങ്ങനെയാണെന്നും അതിൽ ആ ലൂപ്പുകൾ വെച്ചുള്ള പ്രോഗ്രാമിങ്ങും പഠിക്കണം. ഫസ്റ്റ് is while loop. First is while loop. While എന്ന് എഴുതുമ്പോൾ WHILE അത് സ്മോൾ ലെറ്റേഴ്സ് ആണ്. while loop. ആദ്യം അതിന്റെ സിന്റാക്സ് നോക്കാം. സിന്റാക്സ് എങ്ങനെയാണ്? while condition statement of statements അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ while text expression. ഈ സിന്റാക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. while text expression statements update expression അതായത് ഈ ലൂപ്പിനകത്തൊരു ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ കാണും. ആദ്യം ആ വേരിയബിളിനെ ടെക്സ്റ്റ് എക്സ്പ്രഷനിനകത്ത് ചെക്ക് ചെയ്യും. സോ ആ വേരിയബിൾ ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആവും. അത് ടെക്സ്റ്റ് എക്സ്പ്രഷൻ എൻട്രിയിൽ തന്നെ വരുന്നതുകൊണ്ടാണ് ഇതിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന വേരിയബിൾ ഇവിടെ അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ആയതിനു ശേഷം വീണ്ടും ഇത് ലൂപ്പ് ആയതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ വീണ്ടും ഇവിടെ ചെക്ക് ചെയ്യും. അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പ്രഷൻ. അതിനുശേഷം വീണ്ടും വയലിന്റെ അവിടെ വരുമ്പം ടെസ്റ്റ് എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും വയലിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതല്ല, എപ്പോഴാണോ ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ടെസ്റ്റ് എക്സ്പ്രഷനെ സാറ്റിസ്ഫൈ ചെയ്യാതെ വരുന്നത് ലൂപ്പിന്റെ എക്സിക്യൂഷൻ അവിടെ നിൽക്കും. പിന്നെ ലൂപ്പിന്റെ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് while loop വർക്ക് ചെയ്യുന്നത്. The condition may be any valid relational or logical expression. The statement can be an empty statement, single expression statement or block of statements that is to be repeated. So ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷൻ ഒരു റിലേഷണൽ അല്ലെങ്കിൽ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ആവാം. ഇനി ഇതിന്റെ അകത്ത് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എംപ്റ്റി സ്റ്റേറ്റ്മെന്റ് ആവാം, സിംഗിൾ എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആവാം. Can be empty statement, single expression statement, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആവാം, ചിലപ്പോൾ empty ആയിരിക്കും, or compound statements. സോ ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നതാണ് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ്സും അപ്ഡേറ്റ് എക്സ്പ്രഷനും കൂടെയാണ് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന സംഭവം. The statement is repeatedly executed as long as the condition is true. ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കും. ഈ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് അപ്ഡേറ്റ് എക്സ്പ്രഷനും വരുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കണ്ടീഷൻ എപ്പോൾ ഫോൾസ് ആകുന്നു, കൺട്രോൾ ഇസ് ട്രാൻസ്ഫർ ടു ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഫോളോസ് ദ
loop. So ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സിന്റാക്സ് എഴുതാം. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ റിപ്പീറ്റഡ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴാണ്? ഈ കണ്ടീഷൻ ട്രൂ ആയി ഇരിക്കുമ്പോൾ. ഇനി കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ കൺട്രോൾ ഗോസ് out of loop to next statement. ലൂപ്പിന്റെ വെളിയിലുള്ള അടുത്ത സ്റ്റേറ്റ്മെന്റ്, അതായത് ഇവിടെ എന്ത്, ഈ ഭാഗത്ത് ഇവിടെ എന്ത് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അങ്ങോട്ടായിരിക്കും കൺട്രോൾ പോകുന്നത്. സോ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോൾ മാത്രമേ ലൂപ്പ് ബ്ലോക്കിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. Once the condition becomes false, control goes out of the loop to the next statement that follows the loop. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ വൈൽ ലൂപ്പിനെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ആദ്യം അത് ഈ ടെസ്റ്റ് കണ്ടീഷനെ ചെക്ക് ചെയ്യും. അറ്റ് ദ ടോപ്പ് ഓഫ് ദ ലൂപ്പ്, ലൂപ്പിന്റെ ടോപ്പിലുള്ള ടെസ്റ്റ് കണ്ടീഷനെ ചെക്ക് ചെയ്യും. ടെസ്റ്റ് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു നോൺ സീറോ വാല്യൂ ആണ് കിട്ടുന്നെങ്കിൽ, നോൺ സീറോ വാല്യൂ നമ്മൾ പറയുന്നത് സീറോ ആണെങ്കിൽ ഫോൾസും നോൺ സീറോ വാല്യൂ ആണെങ്കിൽ ട്രൂവും. യൂഷ്വലി നോൺ സീറോ വാല്യൂ എന്ന് പറയുന്നത് 1. അപ്പം സീറോ ആണോ നോൺ സീറോ വാല്യൂ ആണോ നോക്കും. സോ ലൂപ്പിന്റെ ടോപ്പിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നോൺ സീറോ വാല്യൂ ആണ് കിട്ടുന്നെങ്കിൽ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എക്സിക്യൂട്ട് ആവും. സോ ദ ലൂപ്പ് മസ്റ്റ് ഹാവ് ആൻഡ് ഓൾസോ ദ ലൂപ്പ് ഷുഡ് ഹാവ് സം ഫീച്ചേഴ്സ് വിച്ച് ഓൾട്ടേഴ്സ് ദ വാല്യൂ ഓഫ് ടെസ്റ്റ് കണ്ടീഷൻ and thus providing a termination situation for loop. So loop inathu endu venam? Loop should have some feature which alters the value of test condition. Loop should have feature to alter the value of test condition so as to terminate. അതിനാണ് നമ്മൾ അപ്ഡേറ്റ് എക്സ്പ്രഷൻ വെക്കുന്നത്. അതായത് ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ കാണും. ആ വേരിയബിളിന്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. സോ ലൂപ്പിനകത്ത് എന്തെങ്കിലും ഒരു ഫീച്ചർ വേണം ടു ഓൾട്ടർ ദ വാല്യൂ ഓഫ് ടെസ്റ്റ് കണ്ടീഷൻ. ആ ഫീച്ചർ ആണ് ഈ അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതായത് ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിനെ നമ്മൾ ഓരോ ഐട്രേഷൻ, ഈ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഐട്രേഷൻ എന്ന് പറയും. സോ അങ്ങനെ ഓരോ ഐട്രേഷൻ കഴിയുമ്പോൾ, അതായത് ഓരോ തവണ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആകുമ്പോൾ നമ്മൾ അതിനെ ഒരു ഐട്രേഷൻ എന്ന് വിളിക്കും. ഈ ലൂപ്പിലെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയി അതിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എക്സിക്യൂട്ട് ആകുമ്പോൾ നമ്മൾ ഒരു ഐട്രേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയും. വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയി അതിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആകുമ്പോഴത്തേക്കും സെക്കൻഡ് ഐട്രേഷൻ. സോ in every iteration we provide an update expression which changes the value of test expression. അതായത് ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ, സാധാരണ കൗണ്ടർ ഒക്കെ പോലത്തെ ഒരു വേരിയബിൾ ആയിരിക്കും. അങ്ങനെ ഒരു വേരിയബിൾ നമ്മൾ ലൂപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓരോ ഐട്രേഷനകത്തും അതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. സോ ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓരോ തവണ ടെസ്റ്റ് എക്സ്പ്രഷന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴെങ്കിലും ഫോൾസ് ആവും. ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴെങ്കിലും സീറോ വാല്യൂ തന്നാൽ നമ്മുടെ ലൂപ്പ് ടെർമിനേറ്റ് ആവും. അതല്ല ഈ ടെസ്റ്റ് കണ്ടീഷന്റെ വാല്യൂ ഓൾട്ടർ ചെയ്യാനുള്ള ഫീച്ചർ ലൂപ്പിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്താണ്, നോൺ ടെർമിനേറ്റിംഗ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടെസ്റ്റ് കണ്ടീഷൻ is checked and decision is taken whether to continue the loop or not. അതിനു വേണ്ടി നമ്മൾ ഒരു ഫീച്ചർ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യണം which alters the value of test condition and providing a termination situation for so as to terminate the loop. നമുക്കൊരു certain set of statementsനെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലൂപ്പ് ഉപയോഗിക്കുന്നതെങ്കിലും അത് മാത്രം അങ്ങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ. പ്രോഗ്രാമിന് താഴോട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രം റിപ്പീറ്റ് ചെയ്യാനല്ല, അതിനൊരു സർട്ടൻ നമ്പർ ഓഫ് ഐട്രേഷൻസ് കാണും. അത്രയും തവണ മാത്രം അത് റിപ്പീറ്റ് ചെയ്താൽ മതി.
അതിനുശേഷം നമുക്ക് ലൂപ്പിനെ ടെർമിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ലൂപ്പിനകത്ത് എന്തെങ്കിലും ഒരു ഫീച്ചർ വേണം, സോ ആസ് ടു ഓൾട്ടർ ദ വാല്യൂ ഓഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ. അങ്ങനെ ടെസ്റ്റ് എക്സ്പ്രഷന്റെ വാല്യൂ നമ്മൾ ഓരോ തവണയും ഓൾട്ടർ ചെയ്ത് വരുമ്പോൾ എപ്പോഴെങ്കിലും അത് 0 ആയി കഴിയുമ്പോഴത്തേക്ക് ലൂപ്പ് പിന്നെ എക്സിക്യൂട്ട് ആവില്ല. ദാറ്റ് ഈസ് ദ ലൂപ്പ് ഗെറ്റ്സ് ടെർമിനേറ്റഡ്. So since the test condition is checked at the top of the loop, ഇവിടെ നോക്കിക്കേ, ലൂപ്പിന്റെ ടോപ്പിലാണ് ടെസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. While is good for situations in which you may not want the loop to execute at all. അതായത് നമുക്ക് ലൂപ്പേ എക്സിക്യൂട്ട് ചെയ്യണ്ടെന്നുള്ള സിറ്റുവേഷൻസ് വരുന്നിടത്ത് വൈലാണ് വളരെ നല്ലത്. കാരണം എന്താണ്, വൈലിനകത്തെ ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യുന്നുണ്ട്. എൻട്രിയിൽ തന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. വൈൽ is suitable in conditions where you may not want the loop to execute at all. ചില സമയം നമുക്ക് ലൂപ്പ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ വൈൽ ലൂപ്പാണ് നല്ലത്. കാരണം എന്താ, വൈലില് ടെസ്റ്റ് എക്സ്പ്രഷൻ എപ്പോഴും ആദ്യമേ ചെക്ക് ചെയ്യുന്നുണ്ട്, എൻട്രിയിൽ തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. Once the test condition is false, while loop is terminated without executing the statements. അപ്പോൾ ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ വൈലിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും എക്സിക്യൂട്ട് ആവില്ല. ലൂപ്പിൽ നിന്നും കൺട്രോൾ ടെർമിനേറ്റ് ആയി അതിന്റെ താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ വരും. സോ നമുക്ക് വൈൽ ലൂപ്പ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാംസ് നോക്കാം. വൈൽ ലൂപ്പ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാംസ് നോക്കാം. Write a program to find out greatest number among a list of numbers. Write a program to find the greatest number among a list of ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്നും ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. പ്രോഗ്രാം എന്തിനാണ്, ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. സോ നമ്മൾ ഇതിൽ വൈൽ ലൂപ്പ് ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. സോ ഹാഷ് ഇൻക്ലൂഡ് iostream dot h hash include conaio dot h void main. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാ പ്രോഗ്രാമിലും ആദ്യം എഴുതും. int n count first large next. സോ ഇത്രയും വേരിയബിൾസ് നമ്മൾ ഇന്റിജർ ഡേറ്റ ടൈപ്പ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുവാണ്. n count first large next. cn and first നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് n ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ആണ് n. അത് ഫസ്റ്റ് നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ആണ് ഫസ്റ്റ്. അത് രണ്ടും നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കൗണ്ടിനെ 1 ആക്കി കൊടുക്കും. കാരണം ഇതിൽ n സെറ്റ് ഓഫ് n ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനകത്ത് n നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ആ n ആണ് നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യുന്നത്. എത്ര നമ്പർ ഉണ്ടെന്നുള്ള വാല്യൂ ആണ് n-ൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമുക്കുള്ള ലിസ്റ്റിലെ ഫസ്റ്റ് വാല്യൂ ആണ് ഫസ്റ്റ് എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ ഫസ്റ്റിന്റെ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഫസ്റ്റ് കൗണ്ട് എങ്ങനെയായിരിക്കും 1. അത് ലൂപ്പിന്റെ വെളിയിൽ കൗണ്ടിനെ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, ഇനി while
count less than n. So total number of numbers in the list is n. Count already 1 ആണ്. ഇനി ലൂപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് n minus 1 times ആയിരിക്കും. സോ കൗണ്ട് n-നേക്കാളും കുറഞ്ഞിരിക്കുവാണെങ്കിൽ മാത്രമേ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാവൂ. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൗണ്ട് എന്നുള്ള വേരിയബിളിന്റെ വാല്യൂ n-നേക്കാളും ചെറുതാണെങ്കിൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. നമ്മൾ ലൂപ്പിനകത്ത് ഇനി ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ ഫസ്റ്റ് നമ്പർ ഓൾറെഡി ഫസ്റ്റിൽ കയറ്റി കഴിഞ്ഞു. ഇനി ഫസ്റ്റിൽ കയറ്റി കഴിഞ്ഞ് ലാർജസ്റ്റ് നമ്പർ ആദ്യം നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ലാർജ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എന്ന് കൊടുക്കും. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് നമ്പർ നമ്മുടെ ലിസ്റ്റില് n നമ്പർ ഓഫ് നമ്പേഴ്സിലെ ലിസ്റ്റില് ഫസ്റ്റ് നമ്പർ നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്തത് അതാണ് ലാർജ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യും. അത് ലാർജ് ആകാം ആകാതിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങ് അസ്യൂം ചെയ്തിട്ട് ലാർജസ്റ്റ് നമ്പർ സ്റ്റോർ ചെയ്യേണ്ട വേരിയബിളിലോട്ട് ഫസ്റ്റിന്റെ വാല്യൂ കൊടുക്കുന്നു. സോ ഇപ്പൊ നമ്മളൊരു ടോട്ടൽ n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് നമ്പർ കയറി കഴിഞ്ഞു. ഫസ്റ്റ് നമ്പറിനെ നമ്മൾ ഫസ്റ്റിലോട്ട് അങ്ങ് സേവ് ചെയ്യുന്നു. ഫസ്റ്റിലോട്ട് അങ്ങ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ നമ്പേഴ്സിന്റെ കൗണ്ട് എടുക്കുന്ന വേരിയബിളിനെ 1 ആയിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നു ലൂപ്പിൽ. ഇനി നമുക്ക് ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ടുള്ള ബാക്കി നമ്പേഴ്സ് എല്ലാം ഇൻപുട്ട് ചെയ്യണം. സോ ലൂപ്പിൽ നമുക്ക് ഓരോ തവണയും ഓരോ നമ്പർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് നെക്സ്റ്റ് എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്പർ ഒഴികെയുള്ള ബാക്കി ഓരോ നമ്പേഴ്സിനെ നമുക്ക് ലൂപ്പിനകത്ത് വെച്ച് ഇൻപുട്ട് ചെയ്യാം നെക്സ്റ്റ് എന്നുള്ള വേരിയബിൾ. സോ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ നമ്പർ വരുന്നു. മൂന്നാമത്തെ നമ്പർ വേണമെങ്കിൽ വീണ്ടും ആ നെക്സ്റ്റ് തന്നെ കയറ്റിയിട്ട് നമുക്ക് ചെക്ക് ചെയ്താൽ മതിയല്ലോ ഫസ്റ്റ് നമ്പറുമായിട്ട്. അതായത് ഈ ഇപ്പൊ ലാർജ് ഫസ്റ്റ് ആണെങ്കിൽ പിന്നത്തെ നമ്പർ നമ്മൾ ലാർജുമായിട്ട് ചെക്ക് ചെയ്യും. അതായത് അടുത്ത നമ്പറിനെ നമ്മൾ ഇവിടെ ഇൻപുട്ട് ചെയ്തു. ആൻഡ് ഇഫ് നെക്സ്റ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ലാർജ്, അങ്ങനെയാണെങ്കിൽ large is equal to next count plus plus. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു നമ്പരേ ഉള്ളെങ്കിൽ അത് തന്നെയാണ് ലാർജസ്റ്റ്. ഒരു നമ്പരേ ഉള്ളെങ്കിൽ അത് തന്നെയാണ് ലാർജസ്റ്റ്. സോ ലാർജ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ്. ഇപ്പൊ ഒരു നമ്പരേ ഉള്ളെങ്കിൽ കൗണ്ട് ഓൾറെഡി 1 ആണ്. ഒറ്റ നമ്പരേ ഉള്ളെങ്കിൽ n-ന്റെ വാല്യൂ 1. സോ കൗണ്ടും 1 n-ന്റെ വാല്യൂ 1 ആണെങ്കിൽ വൈലിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും എക്സിക്യൂട്ട് ആവില്ല. കാരണം കൗണ്ട് ലെസ് ദാൻ n അല്ല. കൗണ്ടും 1 n-ഉം 1. സോ കൗണ്ട് ലെസ് ദാൻ n അല്ല. സോ വൈൽ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആവുന്നില്ല. ഇനി ഒന്നിലധികം നമ്പേഴ്സ് നമ്മുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ, അതായത് n-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം കൗണ്ട് 1 ആണ്. അതിന്റെ കൗണ്ടിന്റെ വാല്യൂ n-ന്റെ അത്ര ആവുന്നത് വരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. ലൂപ്പിനകത്താണ് നമ്മൾ ഫസ്റ്റ് നമ്പർ ഒഴിച്ചുള്ള ബാക്കി നമ്പേഴ്സ് എല്ലാം ഇൻപുട്ട് ചെയ്യും. അത് ലാർജസ്റ്റ് ആണോ എന്ന് ലിസ്റ്റിലുള്ള നമ്പേഴ്സുമായിട്ട് ലാർജസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ നമ്മൾ നെക്സ്റ്റ് എന്നുള്ള നമ്പർ, അതായത് ഇപ്പൊ സെക്കൻഡ് നമ്പർ നെക്സ്റ്റിനകത്തോട്ട് ഇൻപുട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ ഫസ്റ്റ് നമ്പർ ലാർജസ്റ്റ് ആണെന്നാണ് അസ്യൂം ചെയ്തേക്കുന്നത്. സോ ലാർജ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇപ്പൊ നമ്മൾ ഇൻപുട്ട് ചെയ്ത നെക്സ്റ്റ് എന്നുള്ള നമ്പർ ഈ ലാർജിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ലാർജിന്റെ വാല്യൂ നെക്സ്റ്റ് ആക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിലോ ലാർജ് ആയിട്ടിരിക്കും. ഇവിടെ ബ്രാക്കറ്റ് ഇടാത്തതിന്റെ കാര്യം ഇഫിന്റെ അടിയിൽ ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ലാർജ് ഇസ് ഈക്വൽ ടു നെക്സ്റ്റ്. ഇഫ് നെക്സ്റ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ലാർജ് ഇസ് ഈക്വൽ ടു നെക്സ്റ്റ്. ഇപ്പൊ സെക്കൻഡ് ഇൻപുട്ട് ചെയ്ത നമ്പർ ഈ ലാർജിനേക്കാളും, ഇപ്പൊ ലാർജിൽ ഫസ്റ്റ് നമ്പർ ആണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. സെക്കൻഡ് ഇൻപുട്ട് ചെയ്ത നമ്പർ ഈ ലാർജിന്റെ വാല്യൂവിനേക്കാളും വലുതാണെങ്കിൽ ലാർജിന്റെ വാല്യൂ സെക്കൻഡ് ഇൻപുട്ട് ചെയ്ത നമ്പർ ആക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ലാർജിന്റെ വാല്യൂ പഴയതുപോലെ തന്നെ ഇരുന്നാൽ മതി. ഇനി നമ്മൾ ഈ കൗണ്ടിനെ ഒന്ന് കൂട്ടി കൊടുക്കും. ഈ കൗണ്ടിനെ കൂട്ടി കൊടുക്കുന്നതാണ് ദ ഫീച്ചർ ടു മേക്ക് ടെസ്റ്റ് എക്സ്പ്രഷൻ 0. ഈ കൗണ്ടിനെ നമ്മൾ കൂട്ടി. ഇപ്പൊ കൗണ്ട് 1 ആയിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കൗണ്ട് 2 ആവും. പിന്നെ ലൂപ്പ് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൗണ്ട് 3 ആവും. അങ്ങനെ കൗണ്ടിന്റെ വാല്യൂ n ആകുന്നത് വരെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. കൗണ്ടിന്റെ വാല്യൂ n ആകുന്നത് വരെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. കൗണ്ട് നമ്മൾ ലൂപ്പിന്റെ വെളിയിലെ 1 എന്ന് കൊടുത്തു. ഇഫ് n is 10, അതായത് 10 നമ്പർ ഉണ്ടെങ്കിൽ കൗണ്ട് 1 ആണ്. കൗണ്ട് നമ്മൾ ഓരോ തവണ ലൂപ്പിനകത്ത് കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ, അതായത് കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുമ്പോൾ കൗണ്ടിന്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ കൗണ്ടിന്റെ വാല്യൂ കൂടി 9 ആയാലും, സപ്പോസ് n 10 ആണെങ്കിൽ കൗണ്ട് 9 വരെ ലൂപ്പ് വർക്ക് ചെയ്യും. കൗണ്ടിന്റെ വാല്യൂ 10 ആകുമ്പോൾ എങ്ങനെയാണ്? n-ഉം 10 കൗണ്ടും 10. ഒരു എക്സാമ്പിൾ ആണ്. n 10 ആണ്, കൗണ്ടിന്റെ വാല്യൂ 1 ആണ്. നമ്മൾ ഓരോ തവണ ലൂപ്പ് റൺ ചെയ്യുന്നതോറും കൗണ്ടിന്റെ വാല്യൂ 1 വെച്ച് കൂടിക്കൊണ്ടേ ഇരിക്കും.
കൂടി 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 കൗണ്ടിന്റെ വാല്യൂ 10 ആകുമ്പോൾ വയലിന്റെ അവിടെ എങ്ങനെ വരും? കൗണ്ട് ലെസ് ദാൻ n ആണോ നോക്കും. 10 ലെസ് ദാൻ 10 ആണോ? അല്ല. അപ്പോഴെന്ത് സംഭവിക്കും? ആ ടെസ്റ്റ് എക്സ്പ്രഷൻ 0 ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. സോ വയലിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും എക്സിക്യൂട്ട് ആവില്ല. ഇനി ലൂപ്പിന്റെ വെളിയിൽ തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണോ അതായിരിക്കും എക്സിക്യൂട്ട് ആവുക. സോ നമ്മൾ ലൂപ്പിനകത്ത് അങ്ങനെ ഓരോ ഫസ്റ്റ് നമ്പർ ഒഴികെയുള്ള ബാക്കി നമ്പേഴ്സ് എല്ലാം ലൂപ്പിന്റെ ഓരോ ഐട്രേഷനിലും ഇൻപുട്ട് ചെയ്ത് അത് ലാർജ് എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ലാർജിനേക്കാളും വലുതാണെങ്കിൽ ലാർജിന്റെ വാല്യൂ നെക്സ്റ്റ് ആക്കി കൊടുക്കണം. എന്നിട്ട് ലൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ഈ കൗണ്ട് എന്നുള്ള വേരിയബിളിനെ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കും. സോ ലൂപ്പ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ടു ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. സോ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏത് വേരിയബിളിലായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്? ലാർജ് എന്നുള്ള വേരിയബിളിനകത്തായിരിക്കും ഗ്രേറ്റസ്റ്റ് നമ്പർ സ്റ്റോർ ചെയ്യുന്നത്. സോ നമുക്ക് അത് പ്രിന്റ് ചെയ്യണം. Cout the largest number is large. ഇങ്ങനെ നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം. സോ ഇതാണ് വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ലാർജസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും. സോ ഇതിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറിനെ ലൂപ്പിന്റെ വെളിയിൽ ഇൻപുട്ട് ചെയ്യുക. കൗണ്ട് എന്നൊരു വേരിയബിൾ എടുത്തിട്ട് അതിനെ 1 ആക്കി ഇനീഷ്യലൈസ് ചെയ്യുക. ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലാർജസ്റ്റ് നമ്പർ ആ ഫസ്റ്റ് നമ്പർ തന്നെയാണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുന്നുണ്ട്. ലാർജസ്റ്റ് നമ്പർ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിളിന്റെ വാല്യൂ നമ്മൾ ലൂപ്പിന് മുമ്പേ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞ് കൊടുക്കും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് ഇൻ ദ ലിസ്റ്റ്, ആ ലിസ്റ്റിലെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളതിന്റെ എണ്ണമാണ് n എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ n വാല്യൂ ഫസ്റ്റ് നമ്പർ among the ലിസ്റ്റ് നമ്മൾ ആദ്യമേ ഇൻപുട്ട് ചെയ്യണം. അതാണ് CNN ഫസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇൻപുട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് കൗണ്ട് എന്നുള്ള വേരിയബിളിനെ 1 ആക്കി കൊടുക്കും. കാരണം ഇപ്പം ഓരോ നമ്പറായിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്പർ ഓൾറെഡി നമ്മൾ ഇൻപുട്ട് ചെയ്തുകൊണ്ട് കൗണ്ട് 1 ആക്കി കൊടുക്കുന്നു. എന്നിട്ട് ആ ഫസ്റ്റ് നമ്പർ ആണ് ലാർജസ്റ്റ് എന്നും പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് ലാർജിലോട്ട് ആദ്യം ഫസ്റ്റ് നമ്പറിന്റെ വാല്യൂ കയറ്റും. ഇനി ഈ കൗണ്ട് ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സിനോട് ഈ ലെസ് ആയിരിക്കുന്നത് വരെ ലൂപ്പ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ടുള്ള നമ്പറിനെ നെക്സ്റ്റ് എന്നുള്ള വേരിയബിളിനോട്ട് ഇൻപുട്ട് ചെയ്യുന്നു. അത് ലൂപ്പിനകത്ത് ചെയ്തിട്ട് ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന വാല്യൂ നെക്സ്റ്റിന്റെ വാല്യൂ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ലാർജിന്റെ വാല്യൂവിനേക്കാളും വലുതാണെങ്കിൽ ലാർജിന്റെ വാല്യൂ എന്താക്കണം? നെക്സ്റ്റ് എന്നുള്ള വാല്യൂ ലാർജിൽ കൊടുക്കണം. അതാണ് അവിടെ ചെയ്തേക്കുന്നത് ലാർജ് ഇസ് ഈക്വൽ ടു നെക്സ്റ്റ്. ഇപ്പൊ ലൂപ്പ് ഓരോ തവണ എക്സിക്യൂട്ട് ആകുമ്പോഴും ആ കൗണ്ട് എന്നുള്ള വേരിയബിളിനെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കണം. സോ അതിനാണ് C പ്ലസ് കൗണ്ട് പ്ലസ് 1 പ്ലസ് പ്ലസ് എന്ന് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് കൊടുക്കണം. ഓർ കൗണ്ട് പ്ലസ് പ്ലസ് എന്ന് കൊടുത്താലും മതി. സോ ഈ കൗണ്ട് വാല്യൂ n-നോട് ലെസ് ആയിരിക്കുന്നത് വരെ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. വൺസ് കൗണ്ട് ഇസ് നോട്ട് ലെസ് ദാൻ n ലൂപ്പ് ഗെറ്റ്സ് ടെർമിനേറ്റഡ്. അപ്പം Coutനകത്ത് ദ ലാർജസ്റ്റ് നമ്പർ ഇപ്പൊ ലാർജസ്റ്റ് നമ്പർ എവിടെയായിരിക്കും? ആ ലാർജ് എന്നുള്ള വേരിയബിളിൽ നമുക്ക് ലാർജസ്റ്റ് നമ്പർ സേവ് ആയി കിട്ടും. സോ അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ദ ലാർജസ്റ്റ് നമ്പർ.